ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ഒരുപാട് ഔഷധ ഗുണങ്ങൾ അടങ്ങിയ ഒരു പൂവ് കൊണ്ടുള്ള ഒരു തോരനാണ് കാണിക്കുന്നത്. ഇതിൻ്റെ പേര് അഗസ്ത്യ പൂവ് അല്ലെങ്കിൽ അഗതി ചീര എന്ന് പറയും. ഇതിൻ്റെ ഇല വെച്ചിട്ടും നമുക്ക് തോരൻ തയ്യാറാക്കാം. നമ്മുടെ ശരീരത്തിൽ ഒരുപാട് രോഗങ്ങളെ നിയന്ത്രിക്കാൻ കഴിവുണ്ടെന്നാണ് കേട്ടോ പറയുന്നത് ഈ പൂവിന്. അതുപോലെ ഒരുപാട് വൈറ്റമിൻസും മിനറൽസും ഒക്കെ അടങ്ങിയ ഒന്നാണ് ഈ ഒരു പൂവ്. ഇതിൻ്റെ തൈ നമുക്ക് നഴ്സറികളിൽ മേടിക്കാൻ കിട്ടും, പെട്ടെന്ന് തന്നെ പൂത്ത് കിട്ടും കേട്ടോ. ഈ പൂവ് വെച്ചിട്ട് നമുക്ക് തോരനും അതുപോലെ മെഴുക്ക് പുരട്ടി തയ്യാറാക്കാം. അപ്പോൾ ഞാനിന്ന് കാണിക്കുന്നത് തോരനാണ്. ടേസ്റ്റ് കൂടുതൽ തോരനാണ് കേട്ടോ. അപ്പം ഇതിൻ്റെ രണ്ട് കളറാണ് ഞാൻ കണ്ടിട്ടുള്ളത്, വൈറ്റും നല്ല ഡാർക്ക് റെഡും. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം വീട്ടിൽ പോയപ്പം ഉമ്മച്ചി തന്നതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം ഇതൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം. ഈ ഒരു പൂവിന് ഒരു കയ്പ്പുണ്ട്. അപ്പം നമ്മളിത് തോരൻ വെച്ച് കഴിയുമ്പം അതിൻ്റെ ഒരു കയ്പ്പ് ടേസ്റ്റ് മാറാനായിട്ട് ഇതിൻ്റെ ഉള്ളിലെ ആ ഒരു പൂമ്പൊടിയും ആ ഒരു തണ്ടും കൂടെ അങ്ങ് മുറിച്ച് മാറ്റണം കേട്ടോ. അത് മറന്നു പോകരുത്, അല്ലെന്നുണ്ടെങ്കിൽ അത് തോരൻ വെച്ച് കഴിയുമ്പം നല്ല കയ്പ്പായിരിക്കും. അപ്പം എല്ലാ പൂവിൻ്റെ ഉള്ളിലിരിക്കുന്ന ആ ഒരു പൂമ്പൊടിയും ആ ഒരു തണ്ടും കൂടെ ഞാനത് മുറിച്ച് മാറ്റുവാണ്. ഇത് കണ്ടോ, ഇത് വിരിയാത്ത പൂവാണ് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് അതിൻ്റെ ഉള്ളിലിരിക്കുന്ന ഒരു പൂമ്പൊടിയും ആ ഒരു തണ്ടും കൂടെ ഒന്ന് മുറിച്ച് മാറ്റണം. അപ്പോൾ ഞാൻ എല്ലാം ക്ലീൻ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് 2-3 വട്ടം നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം. ഇത് 2-3 വട്ടം നന്നായിട്ട് കഴുകിയിട്ട് ഒരു അരിപ്പ പാത്രത്തിലേക്ക് മാറ്റാം. വെള്ളം നന്നായിട്ട് വാർന്നു പോയതിന് ശേഷം മാത്രം അരിഞ്ഞെടുക്കാം കേട്ടോ. ആ വെള്ളത്തോട് കൂടിയിട്ട് അരിഞ്ഞാൽ നമ്മളിത് തോരൻ വെക്കുന്ന സമയത്ത് പെട്ടെന്ന് കുഴഞ്ഞു പോകും. അപ്പോൾ ഞാനിത് കഴുകിയിട്ട് വെള്ളം വാർന്നു പോയതിന് ശേഷം ഞാനിത് മുറിച്ചെടുക്കുവാണ്. തോരനായാലും മെഴുക്ക് പുരട്ടിയായാലും ഇതുപോലെ ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം. ഞാനത് എല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതോടൊപ്പം ഞാനിതിലേക്ക് മീഡിയം സൈസിലുള്ള ഒരു സവോള ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. സവോളയ്ക്ക് പകരം ഉള്ളി ഉണ്ടെങ്കിൽ അത് ചേർത്താലും മതി കേട്ടോ. നമുക്കിതിലേക്കുള്ള അരപ്പൊന്ന് റെഡിയാക്കി എടുക്കുക. അപ്പോൾ ഞാൻ മിക്സിൻ്റെ ജാറിലേക്ക് 1.5 കൈപ്പിടി തേങ്ങ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. തേങ്ങ ഒത്തിരി ചേർക്കണ്ട, ചീര പോലെ തന്നെ ഇത് വാടി കഴിയുമ്പം വളരെ കുറച്ചുണ്ടാകത്തുള്ളൂ കേട്ടോ. അപ്പോൾ തേങ്ങ കുറച്ച് ചേർത്താൽ മതിയാകും. ഇനി നമുക്കിതിലേക്ക് എരിവിനനുസരിച്ചിട്ട് പച്ചമുളക് ചേർക്കാം. കാന്താരി മുളക് ഉണ്ടെങ്കിൽ അത് ചേർത്താൽ നല്ലതാണ് കേട്ടോ. ഇതിലേക്ക് ഞാൻ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂണോളം കാശ്മീരി മുളക് പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എരിവിനനുസരിച്ചിട്ട് മുളക് പൊടിയും അതുപോലെ പച്ചമുളക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് ഞാൻ 1/4 ടീസ്പൂൺ ജീരകം ചേർത്ത് കൊടുക്കുവാണ്. 2 അല്ലി വെളുത്തുള്ളിയും കൂടെ ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് ചതച്ചെടുക്കുക, ഒത്തിരി അങ്ങ് അരഞ്ഞു പോകരുത്. ഞാനതൊരു പാൻ ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ തന്നെ ചേർത്ത് കൊടുക്കുക കേട്ടോ, അതാണ് ടേസ്റ്റ്. അതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കടുക് പൊട്ടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ഒരു തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കുകയാണ്. അതോടൊപ്പം നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള പൂവും സവോളയും ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനിതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. ഇതിലേക്ക് ഞാൻ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. മഞ്ഞളും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം അടച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ നമുക്കിത് വേവിച്ചെടുക്കാം. ഇടയ്ക്കിടയ്ക്ക് തുറന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുത്താൽ മതിയാകും കേട്ടോ. ഇത് വേകാനായിട്ട് വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതാ പൂവ് നന്നായിട്ട് ഇവിടെ വെന്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ചതച്ചെടുത്തിട്ടുള്ള അരപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. അരപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. ഞാനിത് അടച്ചൊന്നും വെക്കുന്നില്ല, തുറന്ന് വെച്ചിട്ട് തന്നെ ഒരു മീഡിയം ഫ്ലെയിമിൽ അരപ്പിൻ്റെ ഒരു പച്ചമണമൊക്കെ മാറിയിട്ട് വെള്ളത്തിൻ്റെ ഈർപ്പം ഒന്ന് മാറി ഒന്ന് ഡ്രൈ ആകുന്നത് വരെ ഞാനിതൊന്ന് ഇളക്കിയെടുക്കുവാണ് കേട്ടോ. ഈ ഒരു ടൈമിൽ ഉപ്പ് നോക്കുക, വേണമെന്നുണ്ടെങ്കിൽ പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം.
അപ്പോൾ ഇത് അരപ്പിൻ്റെ ഒരു പച്ചമണം മാറിയിട്ട് ഈർപ്പം നന്നായിട്ട് തോർന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള അഗസ്ത്യപ്പൂ തോരൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ബോക്സിൽ മറക്കാതെ പറയാം. അപ്പോൾ നിങ്ങൾ വീഡിയോയ്ക്ക് മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതാണെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്തിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ.